രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം കൂടിയും ധന്യമായിട്ട് തീർന്നു. ഈശ്വരനാമം ജപിക്കാൻ സാധിക്കുന്ന ഓരോ നിമിഷവും ഓരോ ജീവൻ്റെയും പുണ്യമാണ്. ഒരു ശരീരം എടുത്തിട്ട് തൻ്റെ കർമ്മപ്രാരാബ്ധം അനുഭവിക്കാൻ വേണ്ടി ഓരോ ജീവനും ആ പൂർവമായിട്ടുള്ള ജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൻ്റെ ആ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ ശരീരങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെ അനേകായിരം ശരീരങ്ങൾ എടുത്തതിന് ശേഷമാണ് ഒരു മനുഷ്യജന്മം കിട്ടണത്. ഈ മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് തൻ്റെ കർമ്മപ്രാരാബ്ധങ്ങൾ സുഖദുഃഖങ്ങളായിട്ട് അനുഭവിച്ചു തീർക്കുകയും മനസ്സുകൊണ്ട് ആ ഭഗവാനോട് ചേർത്ത് വെച്ച് നാവുകൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും ഈശ്വരോന്മുഖമാക്കി തീർത്തിട്ട് നാവുകൊണ്ട് നാമം ജപിക്കുക, കാതുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കുക, കണ്ണുകൊണ്ട് ഈശ്വരരൂപം കാണുക. അതായത് കഥകൾ കേൾക്കാൻ വെച്ചാൽ നല്ലത് മാത്രം കേൾക്കുക, കാണുക വെച്ചാൽ നന്മ മാത്രം കാണുക, എല്ലാത്തിലും നന്മ കാണുക. അതാണ് ഈശ്വര ദർശനം. നല്ലത് കേൾക്കുക, അതാണ് ഈശ്വര ദർശനം. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, അതാണ് കൃഷ്ണാനുഭവം എന്നൊക്കെ പറയണത്. അപ്പം അങ്ങനെ നമ്മൾ ആ മനുഷ്യജന്മം സ്വാർത്ഥകമാക്കുകയാണ് വേണ്ടത്. നാമം ജപിക്കാനായിട്ട് ഒരു ജീവന് ചിലപ്പോൾ നാമം ജപിക്കാനുള്ള ആ ഒരു കർമ്മപ്രാരാബ്ധം കൊണ്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എന്നും അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ നേരമില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ പോലെ ഇന്ന് അങ്ങനെ ആവുമ്പോൾ ഭഗവാനൊരു കാരുണ്യം നമ്മളോട് തോന്നും. ആ കാരുണ്യം തോന്നുന്ന അവസ്ഥയിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ഒരു സത്സംഗത്തിൻ്റെ മുമ്പിൽ നമ്മളെ കൊണ്ടുവന്നിരുത്തും. അങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയാലും അത് പ്രയോജനപ്പെടുത്തില്ല നമ്മൾ. കാരണം നമുക്ക് അറിയില്ല. അപ്പം നമ്മളവിടെ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ നാമം ജപിക്കുന്നുണ്ട്, ഒരാളൂടെ വന്നു, അപ്പോൾ ഇവിടെ ഇരിക്കൂ നാമം ജപിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ നാമജപത്തിൻ്റെ മഹത്വം അവർക്ക് അറിയില്ല. അപ്പോൾ അവരതിരുന്ന് ഇതിപ്പോൾ എന്തിനപ്പോൾ അതിങ്ങനെ ജപിക്കണേ, ഇതാണോ? അതിനെ നമ്മൾ ആദ്യം തന്നെ ഇതിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക. അങ്ങനെയൊന്നുമല്ല, ഇതുകൊണ്ടൊന്നും വേണ്ട, എനിക്ക് ഭക്തിയുണ്ട്, അങ്ങനെയൊക്കെ തോന്നും. ഈ നാമം ജപിക്കണത് എന്തിനാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആ മനസ്സ് ശുദ്ധമായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ്. മനസ്സ് ആ ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഓരോരോ ചിന്തകളുടെ കൂട്ടങ്ങളാണ് മനസ്സ്, അല്ലേ? നല്ല ചിന്തകളാണ് വരേണ്ടത്. അപ്പോൾ ആ പരിശുദ്ധമായിട്ട് തീരും. ഈശ്വരൻ്റെ നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഉള്ള് കഴുകി വൃത്തിയാക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. അത്ര അപ്പോൾ എങ്ങനെ നാമം ജപിച്ചാലാണ്? നന്നായി ശ്രദ്ധയോട് കൂടിയിട്ട് നാമം ജപിക്കണം, നല്ല ഭക്തിയോടുകൂടി നാമം ജപിക്കണം, പരമപ്രേമത്തോടു കൂടി നാമം ജപിക്കണം. നാമം ജപിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ആ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഭഗവാന്റെ കൂടെ കളിക്കണതും അല്ലെങ്കിൽ ഭഗവാന്റെ കളികൾ കാണണതും ഭഗവാനെ ഊഞ്ഞാലിരുത്തി ആട്ടണതും അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മുടെ മനോവ്യാപാരങ്ങൾ അങ്ങനെ ആവണം. അല്ലെങ്കിൽ നമ്മൾ ആ നാമം ജപിക്കുമ്പോഴെങ്കിലും വേറെ കുറേ ചിന്തകളിൽ പെട്ട് നമ്മുടെ മനസ്സ് അതിലേക്ക് താന്നു പോകും. അതാണ് നാമം ജപിക്കുമ്പോൾ ആദ്യം വന്നിരിക്കുമ്പോൾ നല്ല ഉഷാറാവും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദം താന്നു പോയി. കാരണം നമ്മൾ തമസ്സിലേക്ക് വീണ് പോവുക. അപ്പോൾ ഭഗവാനിൽ നിന്ന് അകന്നിട്ട് തമസ്സിലേക്ക് വീണ് പോവുക. അപ്പോൾ അത് ആ ഉറക്ക നാമം ജപിക്കുക. അത് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധ അതിൽ കൊടുക്കണം. നമ്മളുടെ ഉറക്ക നാമം ജപിക്കണത് തന്നെ നമ്മുടെ അഹത്തിനെ ഇല്ലാണ്ടാക്കും, നമ്മുടെ അഹംബോധം ഇല്ലാണ്ടാക്കും, അല്ലേ? നമുക്ക് എവിടെ ചെന്നാലും ഉറക്ക നാമം ജപിക്കാൻ നാണമില്ല, അല്ലേ? നാണമില്ലാണ്ട് നാമം ജപിക്കാൻ തോന്നണം, അല്ലേ? എപ്പോഴും അത് ഏത് സ്ഥലത്ത് ചെന്നാലും നാണമില്ലാണ്ട് നാമം ജപിക്കണം. ബാക്കിയുള്ള പോലെയല്ല. നാമം ജപിക്കാൻ ഒരിക്കലും നാണിക്കരുത്. ബാക്കി നമുക്ക് അങ്ങനെയല്ല. ലോകവർത്തമാനങ്ങളൊന്നും പറയാൻ എത്ര ഉറക്ക ആര് കേട്ടാലും കുഴപ്പമില്ല, എത്ര ഉറക്ക പറയാൻ നമുക്കൊരു നാണക്കേടില്ല. അതൊക്കെ പറയും. ചിലപ്പോൾ വഴക്ക് കൂടണമെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തൊന്നും വഴക്ക് കൂടെങ്കിലും ഉറക്ക അതിനും നാണക്കേടില്ല. മറ്റുള്ളവർ കേട്ടാൽ മോശമല്ലേ, ഇങ്ങനെ തമ്മിത്തല്ല, അതൊന്നും നമുക്ക് തോന്നില്ല. പക്ഷെ നാമം ജപിക്കേണ്ട കാര്യം വരുമ്പോൾ മാത്രമേ നമുക്ക് ആ നാണം തോന്നുള്ളൂ. അതാ ഓരോരോ ജീവൻ്റെ പൂർവ്വ വാസനകളാണ്. അപ്പോൾ ഈ വാസനകളൊക്കെ ഇല്ലാണ്ടായിട്ട് പരിശുദ്ധമാവാൻ വേണ്ടിയിട്ടാണ്, അഴുക്കുകളൊക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് നാമം ജപിക്കാൻ പറയണത്. അപ്പോൾ അത് ഉറക്ക നാമം ജപിക്കുക തന്നെ വേണം. കഴിഞ്ഞ സപ്താഹത്തിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞ ദിവസം 19-ാം തീയതി ഗുരുവായൂർ പോയിട്ട് അവിടെ ഒരു സപ്താഹത്തിലായിരുന്നു. ഇന്നലെ രാവിലെയാണ് എത്തിയത്. 5 ദിവസം
ഭാഗവത സപ്താഹം കേൾക്കാനായിട്ട് അവിടെ ഇരിക്കാനായിട്ട് സാധിച്ചു. അതും നാരായണാലയത്തിൽ. നാരായണാലയം, ഗുരുവായൂർ നാരായണാലയം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആഞ്ഞം മാധവൻ നമ്പൂതിരി, അദ്ദേഹമാണ് അതിൻ്റെ അദ്ദേഹത്തിന് നാമാചാര്യൻ എന്നാ പറയാം. നാമം ജപിക്കുക, വേറെ ഒന്നുമില്ല. അദ്ദേഹം എന്ത് വേണമെങ്കിലും നാമം ജപിച്ചാൽ മതി. അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ ഓരോ മഹാത്മ്യം പറയുന്ന സമയത്ത് സ്വാമിജി പറയാണ്, എന്താ ഒരാൾ ചെന്നിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ പ്രസാദം കൊടുത്തു. ഇതല്ല, പൈസ വേണം, അങ്ങനെ എനിക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചേരാം, പൈസ തരാം, വിരോധമില്ല. നിങ്ങൾക്ക് ഞാൻ അന്നേ കാലത്ത് 5 ഉറുപ്പ്യ എന്നൊക്കെ വെച്ചാൽ വലിയ കാശാണ്. അപ്പോൾ 5 ഉറുപ്പ്യ തരാം, ഇവിടെ ഇരുന്നിട്ട് ഒരു 10 നാരായണ നാമം ജപിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു, ഞാൻ എന്നെ ഇപ്പം കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കുക അല്ലേ, ഞാൻ നിങ്ങൾ പറയേണ്ട അനുസരിച്ച് അങ്ങനെ ഞാൻ ഇതിന് വന്നതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ പഴമാണ് കൊടുത്തത്, അതോടെ ഇട്ടിട്ട് കഴിക്കാണ്ട് പോയിന്നില്ല. അത്രയും ആ ജീവന്, ആ പ്രാരാബ്ധം അവിടെ വന്ന് എത്തിയിട്ട് അത് കൊടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ടും കൂടിയും അത് സ്വീകരിക്കാൻ പറ്റണില്ല. അദ്ദേഹം എന്താ ചെയ്യാൻ വെച്ചാൽ പണ്ട് കാലത്തൊക്കെ കുട്ടികൾ, ഇന്നത്തെ കാലത്താണ് ചോക്ലേറ്റ്, പണ്ട് കാലത്തൊക്കെ കൽക്കണ്ടവും മുന്തിരിങ്ങയും പഴമൊക്കെ കിട്ടുക. അതാണ് കുട്ടികൾക്ക് വലിയ കാര്യമാണ്. അപ്പോൾ അവിടെയുള്ള കുട്ടികളെ മുഴുവനും വിളിച്ചിരുത്തും. നമ്മുടെ ഉച്ചപൂജ അലങ്കാരം പറയുന്ന കുമാരൻ തിരുമേനിയൊക്കെ ഉണ്ടല്ലോ, കുമാരേട്ടനൊക്കെ പറയും, ഞാനൊക്കെ പോയിരുന്ന് നാമം ജപിക്കാറുണ്ട് അവിടെ നാരായണ. അതുകൊണ്ടാണ്, ആ നാമം ജപിച്ചത് കൊണ്ടാണ് ഗുരുവായൂരപ്പന് സേവ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ അവിടെ ഇരുന്ന് നാമം ജപിപ്പിക്കും, കുട്ടികളെ കൊണ്ടൊക്കെ നാമം ജപിപ്പിക്കും. അതാണ് അദ്ദേഹം. ഒന്നും വേണ്ട, നാമം ജപിച്ചാൽ മതി. അദ്ദേഹത്തിന് ഒന്നും വേണ്ട, എല്ലാവരും നാമം ജപിച്ചാൽ അദ്ദേഹത്തിന് സന്തോഷം. അത്ര നാമാചാര്യൻ എന്നാ പറയാം. അവിടെ ഒരിക്കൽ എടത്തുപുറത്തുകാവിൽ നമ്മുടെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു, കൊച്ചു വിഗ്രഹം. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നത്തിൽ തെളിഞ്ഞത് ഈ വിഗ്രഹം ഇപ്പോൾ അഭിനവ പൂന്താനം ആയിട്ട് അറിയപ്പെടുന്ന ആഞ്ഞം മാധവൻ നമ്പൂതിരിക്ക് കൊടുത്താളാണ്. അദ്ദേഹത്തിന് പൂജ ചെയ്യാൻ കൊടുക്കണം എന്നാണ് പ്രശ്നം വച്ചപ്പോൾ കണ്ടത്. അപ്പോൾ വേഗം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് പിന്നെയും രാശി വെച്ച് നോക്കി എന്തൊക്കെ പൂജാവിധികളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പിന്നെയും രാശി വെച്ച് നോക്കി. അപ്പോൾ അതിൽ കണ്ടത് ഒന്നും വേണ്ട, ഒരു പൂജാവിധിയും ചെയ്യേണ്ട, ഒരു നൈവേദ്യം ചെയ്യേണ്ട, ഒന്നും വേണ്ട. ഭഗവാന് എന്നും ഒരു നിശ്ചിത സമയത്ത് എന്നും നാമം ജപിക്കുക, അതാണ് ഭഗവാന് ഏറ്റവും വലിയതായിട്ട് വേണ്ടത്. എന്നിട്ടിപ്പോൾ ഈ സപ്താഹത്തിന് വന്നപ്പോൾ അതിനും ഭാഗ്യം കിട്ടി. 7 മണി തൊട്ട് 8 മണി വരെ നാരായണനാമാണ്. 7 മണി അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ അവിടെ വന്ന് ബാക്കി സപ്താഹം അവിടെ നിർത്തും. എന്നിട്ട് 8 മണി വരെ ഇവിടെ ഇരുന്ന് നാമം ജപിക്കലാണ്. അപ്പോൾ അതെല്ലാവരും ഒരുമിച്ച് നാരായണ 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 അങ്ങനെ എല്ലാവരും ഒരുമിച്ച്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവരും ഒരുമിച്ച് അങ്ങനെ ചൊല്ലി നോക്കൂ, എന്തൊരു സുഖം. നാരായണ നാരായണ ഉറക്കെ ചെല്ലണം കേട്ടോ. നാരായണ 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 നാരായണ. അങ്ങനെ 1 മണിക്കൂറാണ് നാമജപം. നാരായണ നാമമാണ് ജപിക്കുക. അപ്പോൾ ഈ നാരായണ നാമം നല്ലൊരു ലഹരിയാണ് അവിടെ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയ പൂന്താനം കണ്ണന് വേണ്ടിയിട്ട് നാമനൈവേദ്യം സമർപ്പിക്കാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ ജീവിതത്തിൽ തന്നു. ഇതൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന ഈ നാമജപത്തിൻ്റെ ഒക്കെ ഒരു മഹത്വം കൊണ്ടാണ്. ഓരോരുത്തർക്ക് ഓരോരോ വിധത്തിലാവും അത് ഭഗവാൻ തരിക. അത് ഏത് വിധത്തിൽ ആർക്ക് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ നാമജപമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ സപ്താഹം കേൾക്കാൻ കഴിഞ്ഞത് ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടാണ് അങ്ങനെ കുറച്ച് ദിവസമെങ്കിലും അവിടെ ഇരുന്നത് കേൾക്കാൻ സാധിച്ചത്. കൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞ് തൊണ്ട ഇടറിയിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. കണ്ണ് നിറഞ്ഞ് ഒഴുകിക്കൊണ്ട്
കഥ പറയുക, എപ്പോഴും കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മഹാത്മാവ്. സന്മയാനന്ദ സരസ്വതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഈ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ പിന്നെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കാലശേഷം അവിടെ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഞാൻ ധാരാളം നാരായണാലയത്തിൽ പോയിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കേട്ട സപ്താഹം ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ സപ്താഹമാണ് ജീവിതത്തിൽ സപ്താഹം എന്ന് പറഞ്ഞിട്ട് ആദ്യം കേട്ടത്. അദ്ദേഹത്തിന് ഒരുപാട് വാത്സല്യമായിരുന്നു. ഗുരുവായൂരപ്പനെ പോലെ തന്നെയായിരുന്നു. നാമം ജപിക്കുന്ന ഭക്തന്മാരും അങ്ങനെയാണെന്നാണ് പറയാം. അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് തരണ്ടേ, എങ്ങനെയൊക്കെയാണ് തരണ്ടേന്നൊന്നും അറിയില്ല. അടുത്ത് ഇരുന്ന് ഇങ്ങനെ നാമം ജപിച്ചാൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയ്യാണ്ടൊക്കെ കിടക്കണ സമയത്തൊക്കെ ചെന്ന് കുറേ നേരം അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള അനുഗ്രഹം കൊണ്ടാവും ഇപ്പം ഇങ്ങനെ ഒരു സപ്താഹം കേൾക്കാനൊക്കെ ഒരു സുഹൃതം ഉണ്ടായതെന്ന് വിചാരിക്കുന്നു. അത്രയും ഒരു മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് നാമനൈവേദ്യം സ്വീകരിക്കണ കണ്ണൻ. എവിടെയും കേട്ടിട്ടില്ല അങ്ങനെ. ആ നൈവേദ്യം ഭഗവാൻ പറഞ്ഞത് എനിക്ക് ഒരേ ഒരു നൈവേദ്യം മതി, നാമനൈവേദ്യം എന്നാണ് പറയണത്. എന്നിട്ട് നാമം മാത്രം, അതാണ് ഭഗവാൻ. വേറൊരു പൂജയോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും അവിടെ വിളക്ക് കത്തുണ്ടാവും. നമ്മളൊക്കെ അന്ന് പോയപ്പോൾ അവിടെ തൊഴുതിട്ട് കണ്ണനെ. പക്ഷെ അപ്പോഴൊന്നും ഇത്രയ്ക്കൊരു മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ. പൂന്താനം തിരുമേനി പൂജിച്ച കണ്ണൻ ആഞ്ഞം തിരുമേനി പൂജിക്കണമെന്നുള്ളത് പറഞ്ഞു എന്നുണ്ടെങ്കിലും അത് പ്രശ്നവശാൽ ആഞ്ഞം തിരുമേനിക്ക് കൊടുക്കണമെന്ന് പ്രശ്നത്തിൽ കണ്ടിട്ട് വന്നതാണ്. വേറെ ഒന്നും ചെയ്യണ്ട, എനിക്ക് നാമനൈവേദ്യം മാത്രം മതി എന്ന് പറഞ്ഞ് നാമത്തിൽ കൊതിക്കുന്ന കണ്ണനാണ്. അപ്പം അവിടെ ആ കണ്ണൻ്റെ അടുത്തിരുന്ന് സപ്താഹം കേൾക്കാനൊക്കെ സാധിച്ചതും അവിടെ ഇരുന്നിട്ട് കഥ പറയാൻ സാധിച്ചു, അത് ഒരു ഭാഗ്യമാണ്. അതും ആ ഒരു സമയത്ത് ശങ്കരമോഹനൻ കഥ കഴിഞ്ഞവണൊക്കെ ശങ്കരമോഹനൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ ഒരു കഥയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ പറയാൻ സാധിക്കുക, കഥകൾ കേൾക്കാൻ സാധിക്കുക, നാമം ജപിക്കാൻ സാധിക്കുക, ഇതൊക്കെ ആ ഭഗവാന്റെ അതിരറ്റ ആ കരുണ കടാക്ഷം കൊണ്ടാണ്. അപ്പോഴൊക്കെ എല്ലാവരെയും മനസ്സിൽ ചേർത്ത് പിടിച്ചിട്ടാണ് അവിടെ ഇരുന്നത്. എല്ലാവർക്കും ഭഗവാനെ ആ പരമപ്രേമം ഉണ്ടാക്കി തരണേ, എല്ലാവർക്കും നാമത്തിൽ രതി ഉണ്ടാവണേ എന്നെല്ലാം. നമ്മളിപ്പോൾ പലപ്പോഴും പലരുടെ കാര്യമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കാറ് ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പറ്റണില്ലല്ലോ, എന്തൊരു ഭാഗ്യമാണ്. ഞാൻ ഒരുപാട് ഓരോരുത്തർ പറയുമ്പോൾ നമ്മൾ കൊതിച്ചിട്ടുണ്ട്, എനിക്കൊന്നും ഇങ്ങനെ പറ്റില്ല, അവർക്കൊക്കെ എന്തൊരു ഭാഗ്യമാണ്. ഗുരുവായൂരപ്പ ആഗ്രഹമില്ലാണ്ടല്ല, നമുക്ക് നല്ല കൊതിയുണ്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചെന്നിരിക്കണം. പക്ഷേ സാഹചര്യങ്ങൾ സാധിക്കുന്നില്ല. പക്ഷേ നാമം ജപിച്ചുകൊണ്ടിരുന്നാൽ അത് അതൊക്കെ സാധിച്ചു തരും എന്നുള്ളത് ഭഗവാൻ തെളിയിച്ചു തരുന്നു. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഇതിനു മുമ്പ് ഒരുപാട് പറഞ്ഞതാണ് ഈ കഥ. എന്നാൽ ഇത്തവണ ഒന്നും കൂടിയും പറയട്ടെ കേട്ടോ, നേരം ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും കേൾക്കാൻ. ധാരാളം പറഞ്ഞതാണെങ്കിലും അത് പറയാണ്ട് വയ്യ. കാരണം നാമജപത്തിന് കൂടെ ഇരുന്നപ്പോൾ അമ്പലത്തിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനെ തൊഴാൻ സാധിച്ചില്ല. അവിടെ ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിച്ചത് ഇത്ര ദിവസം നിന്നിട്ട് 3 പ്രാവശ്യം ആകെ തൊഴാൻ പറ്റിയിട്ടുള്ളൂ. അവിടേക്ക് 2 ദിവസങ്ങളിൽ അവിടേക്ക് അടുക്കാൻ പോലും പറ്റില്ല, അത്ര തിരക്കായിരുന്നു അവിടെ. അപ്പോൾ അത് ഒരു തവണ തൊഴാൻ സാധിച്ചത് ഇതുപോലെ അത്യത്ഭുതമായിട്ട് തൊഴണമെന്നും ഞാനും മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. തൊഴാൻ സാധിക്കില്ല എന്നറിയാം, കാരണം സപ്താഹത്തിലിരിക്കുക. അപ്പോൾ അതിൻ്റെ സമയം കണ്ടിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ തൊഴാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു തവണ സന്ധ്യയ്ക്ക് തൊഴാൻ ചെന്നപ്പോൾ വൃന്ദാവനത്തിലേക്ക് ഞങ്ങളുടെ കൂടെ വന്ന ഗ്രൂപ്പിൽ വന്ന് കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. ജിമ്മോദ്, സന്തോഷമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ സുദർശനാമയെന്ന് തന്നെ ഓടി വന്നു. അപ്പോൾ തൊഴുതു എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, തൊഴുതില്ല. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ കയ്യിൽ അവർ ടോക്കണൊക്കെ എടുത്തിട്ടാണ് തൊഴാൻ പോണേ. അപ്പോൾ പറഞ്ഞു വരൂ. അവന് സാരമില്ല, നിങ്ങളെല്ലാവരും ഇല്ല, ഇനിയിപ്പോൾ ആ സാരമില്ല, അമ്മ വരൂ. അമ്മയ്ക്ക് അന്ന് 30 വ്യാഴാഴ്ചയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്നോളാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നാമം ജപിച്ച് ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ അന്നങ്ങനെ തൊഴാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ നല്ല തിരക്ക്, തൊഴാനൊന്നും സാധിക്കില്ല. അപ്പോൾ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ധാരാളം കൃഷ്ണഭക്തി ഗാനങ്ങൾ. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, ഭഗവാന്റെ അത്രയും പ്രിയപ്പെട്ട ആളാണ്. അപ്പം അച്ഛൻ്റെ ഒരു സ്ഥാനം തന്നെയാണ്. കോഴിക്കോടുള്ള സമയത്ത് അദ്ദേഹത്തിനെ എനിക്കറിയാം. അന്ന് തൊട്ടിട്ട് ആ ഒരു വാത്സല്യം, സ്നേഹത്തിന് സ്നേഹം, ദേഷ്യത്തിന് ദേഷ്യം, ചീത്ത പറയുന്നിടത്ത് അത്രയും ചീത്ത പറയും, അത്രയും സ്നേഹത്തിലായിരുന്നു
അദ്ദേഹത്തിൻ്റെ ഓരോ കഥകളും അദ്ദേഹം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം ഇന്ന് ഗുരുവായൂരപ്പൻ്റെ കൂടെയാണ് അദ്ദേഹം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യ എന്നുള്ളതില്ലേ, ആ പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മളൊക്കെ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇന്ന ആളാണ് ഇങ്ങനെ നമ്മളെ ഇവിടെയുള്ളവർക്ക് അത്ര അറിയുണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോണതിന് മുമ്പ് അദ്ദേഹത്തിന് ചെന്ന് നമസ്കരിക്കാനും അനുഗ്രഹം മേടിക്കാനുള്ള ഭാഗ്യവും കിട്ടി. ഞാൻ അവിടെ പോയിണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അതും എനിക്കൊരു സന്തോഷം, അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെയെങ്കിലും സാന്നിധ്യം. അപ്പോൾ എന്നോട് പറഞ്ഞു, വരൂ ഞാൻ നമുക്ക് തൊഴാൻ പോകാമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ദിവസം അന്ന് അനന്തശയനായിരുന്നു ഭഗവാനായിരുന്നു. അങ്ങനെ അവർ അവിടുത്തെ വാര്യത്തിയാണ്. അപ്പോൾ അവർക്ക് അവിടെ ഇതുണ്ട്, അവർക്ക് നേരെ അവരുടെ കീഴ്ശാന്തി അവിടുത്തെ ഉള്ളവരുടെ കൂടെ പോകാൻ പറ്റും. അപ്പോൾ അവരുടെ കൂടെ കൊണ്ടുപോയി തൊഴിച്ചു. അങ്ങനെയുള്ള ദർശനങ്ങൾ തന്നെയാണ് ബാക്കിയൊക്കെ പിന്നെ ഗുരുവായൂരപ്പനെ കാണാൻ ചെന്നപ്പോൾ ഒരു തവണ ഗുരുവായൂരപ്പൻ പുറത്തേക്ക് അകത്തേക്ക് കയറാൻ പറ്റിയെന്ന് ഗുരുവായൂരപ്പൻ തന്നെ അറിയാം. അത്രയും ജനങ്ങൾ എത്രയോ അകലെന്നൊക്കെ വരണു ക്യൂ നിന്ന് അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ സപ്താഹത്തിലല്ലെങ്കിൽ നമുക്ക് ക്യൂ നിൽക്കാം, ഇത് പറ്റില്ലല്ലോ. അപ്പോൾ ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളി വന്ന് ഭഗവാനെ അങ്ങനെ കാണാനൊക്കെ ദർശിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ട കാര്യം അതും ഈ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയുടെ മുന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഗുരുവായൂരപ്പന് ഭക്തപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ട്. ആ മാസിക ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ആ ഒരു സമയത്ത് അച്ഛൻ ഇവിടുന്ന് ഗുരുവായൂർ തൊഴാൻ പോയി വന്നപ്പോൾ മാസിക വാങ്ങിക്കൊണ്ടു. അപ്പോൾ ഭക്തപ്രിയ ഗുരുവായൂരപ്പൻ മാസിക എന്ന് അവിടെ ഭക്തപ്രിയ മാസിക കണ്ടു, ഗുരുവായൂരപ്പൻ്റെയാണ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ മനസ്സിലൊക്കെ എന്താണെന്ന് ചെയ്തത് ഗുരുവായൂരപ്പൻ തന്നെ അത്രയ്ക്കൊരു ബോധമാണ്, ഇതൊക്കെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യണേ. അത് ആ ഒരു ദേവസ്വം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇത് ഗുരുവായൂരപ്പൻ്റെ പുസ്തകം എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അതിൽ കൊടുക്കേണ്ടതൊക്കെ ഗുരുവായൂരപ്പൻ വായിക്കും, അങ്ങനെയാണ്. അപ്പോൾ അന്നേ ഒരു മോഹം തോന്നി, ഒരു കീർത്തനം എഴുതിയിട്ട് ഇതിൽ അയച്ചു കൊടുത്താൽ. അപ്പോൾ എനിക്ക് എഴുതാനൊന്നും അന്ന് അറിയണില്ല, അങ്ങനെയല്ല, അതിലൊക്കെ ഓരോന്ന് വായിച്ചപ്പോൾ എനിക്കും എഴുതണം എന്നൊരു മോഹം തോന്നി. എന്നിട്ട് ആലോചിച്ചൊക്കെ ഇരുന്ന് എഴുതി. അത് എന്നുണ്ണി കൃഷ്ണ പൊന്നുണ്ണി കൃഷ്ണ എന്നെ കാക്കണേ ശ്രീകൃഷ്ണ, അങ്ങനെയാണ് അത് തുടങ്ങണേ. അതിലിങ്ങനെ ആ ഒരു ഇതാണ് ഓരോ അതിലിങ്ങനെ ഏതൊക്കെയാണ് വരികളെന്ന് ഓർമ്മയില്ല. അപ്പം അങ്ങനെ എഴുതി ഉണ്ടാക്കി. ഇത് അയച്ചു കൊടുക്കാൻ നോക്കിയപ്പോൾ എപ്പോഴും മനസ്സിൽ രാത്രി ഉറക്കത്തിലൊക്കെ സ്വപ്നം കാണുക എന്താണെന്ന് വെച്ചാൽ ഒരു പടിയുടെ മുകളിൽ ഇങ്ങനെ നമ്മൾക്ക് തിണ്ണയൊക്കെ ഉണ്ടാവില്ല പണ്ടൊക്കെ, അങ്ങനത്തെ എവിടെയോ ഒരു തിണ്ണയുടെ മുകളിൽ ഇരുന്ന് ഈ ഭക്തപ്രിയ മാസിക ഇങ്ങനെ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വായിക്കുക, കാലാട്ടിയിരുന്ന് ഇങ്ങനെ വായിക്കണത് എപ്പോഴും അങ്ങനെയൊക്കെ സ്വപ്നം കാണും. അപ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാൻ ഇതൊക്കെ വായിക്കുമല്ലോ, ഭഗവാൻ അയച്ചു കൊടുക്കാൻ എഴുതിയൊക്കെ വെച്ച് ഞാൻ വിചാരിച്ചു വലിയ ആൾക്കാർക്കല്ലാണ്ട് നമ്മൾ കുട്ടികളൊക്കെ എഴുതി അയച്ചാൽ അപ്പോൾ ഇവരത് സ്വീകരിക്കുമെന്ന് വെച്ചിട്ട് പിന്നെ അത് മടി തോന്നി, അത് ഒന്നുമില്ല അവിടെ ഇട്ടു. പിന്നെ അതൊക്കെ മറന്നുപോയി, ഞാനത് മറന്നേ പോയി. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എനിക്ക് 45 വയസ്സൊക്കെ ഉള്ള ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സപ്താഹം കേൾക്കണത്. അപ്പോൾ ഈ സപ്താഹം കേൾക്കണേക്കാളും മുമ്പ് ഒരു ദിവസം ഇവിടെ തൃശ്ശൂർ വന്ന് തിരിച്ചു പോകുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ മനസ്സിലിങ്ങനെ വരികളിങ്ങനെ വരികയാണ്. അംബികേ ജഗദംബികേ മംഗളേ അംബുജാദളാലോചനേ ശ്യാമളേ അൻപൊടെന്നെ അനുഗ്രഹിച്ചിടണേ ശ്രീ കുറുമാലിക്കാവിൽ ഭഗവതി ആശയുണ്ടെനിക്കൻ പരമേശ്വരി ആ മുഖാംബുജം നിത്യവും കാണുവാൻ ആബൽബാന്ധവേ എന്നുമെന്നുള്ളത്തിൽ ആപത്തേതുമകറ്റി വാണിടണേ ഇന്നെനിക്കില്ല മറ്റാരുമാശ്രയം ഇന്ദുചൂടപ്രിയായൊഴിഞ്ഞാരുമേ ഇണ്ടലെല്ലാം അകറ്റി രക്ഷിക്കണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി ഹിറനാകുമൻ കണ്ണുകൾ മോദത്താൽ ഈ കുറുമാലിക്കാവിലെത്തിയിടുമ്പോൾ
ഈരേഴുപാരിനാലംബമായി വാഴും ഈശ്വരീ തവ പാദം വണങ്ങുന്നേൻ. ഉറ്റവരുമുടയവരുമെല്ലാം ഉണ്ടാകില്ല തുണയായിട്ടെങ്കിലും ഉൾപ്രിയമോടെയെന്നും രക്ഷിക്കണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. ഊഴിയിലുള്ള നിന്മക്കളെ സദാ ഊനം കൂടാതെ കാത്തു രക്ഷിക്കണേ. ഊണിലും ഉറക്കത്തിലും കാക്കണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. എൻ്റെ പെറ്റമ്മയായി തുണയേകണേ, എൻ്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ, എന്നുമെന്നാടും വീടും കാത്തിടണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. ഏതു നേരേതു തെറ്റെന്നറിവില, ഏതു നേർവഴി എന്നും അറിവില, ഏതു നേരവും നീ തുണയേകണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. ഐഹികമാം സുഖങ്ങളെല്ലാം വെറും മിഥ്യയാണെന്നറിയാതലഞ്ഞു ഞാൻ, കൈപിടിച്ചു കരകയറ്റിടണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. ഒട്ടുമില്ലെനിക്കർഹത എങ്കിലും ഒന്നുമില്ല നിനക്കേകുവാനെങ്കിലും ഒട്ടും വൈകാതെ എന്നിൽ കനിയണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. ഓരോരോ മോഹം പാഴ്ക്കിനാവിങ്ങിനെ ഓടിപ്പോകുകയാണെൻ്റെ മാനസം, ഓതുവാനിത്ര മാത്രം രക്ഷിക്കണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. ഔചിത്യം പോലും ഓർക്കാതെ ഞാൻ മതമത്സരങ്ങളിൽ വീണുപോയി ശ്രീമയി, ഔഷധമായി നീ എനിക്കേകണേ നിർമ്മല ഭക്തി ദേവി മഹേശ്വരി. അംബികേ ജഗദംബികേ മംഗളേ അംബുജാദളാലോചനേ ശ്യാമളേ, അൻപോടെന്നെ അനുഗ്രഹിച്ചിടണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. അമ്മേ ദേവി നമസ്തേ നമോസ്തുതേ, അമ്മേ ദേവി നമസ്തേ നമോസ്തുതേ, അമ്മേ ദേവി നമസ്തേ നമോസ്തുതേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. പക്ഷേ ഇതിൻ്റെ രീതി ഇങ്ങനെയാണെന്നൊന്നുമില്ല, അതിങ്ങനെ ഉള്ളിൽ വന്നു, എഴുതി വെക്കാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് പോകും, അവിടെ ചെല്ലുമ്പോൾ വായിക്കാൻ. അപ്പോൾ ഒരു പേന ഉണ്ടായിരുന്നു കയ്യിൽ, ആ ന്യൂസ് പേപ്പറിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ നിറച്ച് കുരുക്കുരുന്ന് തന്നെ എഴുതി വെച്ചു. വയയിൽ തോന്നണതൊക്കെ എന്തെന്നാണ് എഴുതി ഉണ്ടാക്കണേ, പേപ്പർ വായിക്കാനുള്ളതാണെന്ന് ചീത്ത പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ തലയിലേക്ക് എത്തില്ല. ഞാൻ നിറച്ച് എഴുതിയിട്ട് അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ പകർത്തി എഴുതി. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടുണ്ടോ, ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും നിശ്ചയമില്ലല്ലോ, അത് ആരെങ്കിലും കാണിക്കണ്ടേ. അപ്പോഴാണ് ഈ സപ്താഹത്തിന് പോകാനൊരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ സപ്താഹത്തിന് പോകാൻ ഭാഗ്യം കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്താഹം എന്തായതാണെന്നൊന്നും എനിക്ക് അറിയണ്ടായില്ല. അവിടെ ഒരു അമ്മ, ഈ അമ്പലപ്പുഴ ഭാഗത്തുനിന്ന് ഒരു അമ്മ വന്നിട്ട് അവിടെ ഒരു പ്രഭാഷണമൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ. അപ്പോൾ ആ പ്രഭാഷണത്തിൽ അമ്മയാണ് പറഞ്ഞത് ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ കഥയാന്നൊക്കെ. അപ്പോഴാണ് സപ്താഹം കേൾക്കണം എന്നുള്ള മോഹമൊക്കെ തോന്നി. ആ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സപ്താഹം തളി അവിടെ ക്ഷേത്രത്തിൽ വന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അത് എക്സാമിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആൾ രാവിലെ 6 മണിക്ക് പോയാൽ വൈകുന്നേരം 7 മണിയാവും വരുമ്പോൾ. അപ്പോൾ എന്നോട് പറഞ്ഞു, പോകുമ്പോൾ ഞാൻ വേണമെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുവന്നാക്കാം, വരുമ്പോൾ അവിടുന്ന്. അപ്പോൾ അവിടുന്നാണ് അങ്ങോട്ട് പോവുക, വടകര എവിടെയും കണ്ട് വെച്ചിട്ടായിരുന്നു. അപ്പോൾ സന്തോഷമായി. കുട്ടികളൊക്കെ സ്കൂളിൽ പൂട്ടിയ കാരണം വീട്ടിലേക്ക് വന്നേക്കായിരുന്നു. ഞങ്ങൾ 2 മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ സപ്താഹം കേൾക്കാൻ അങ്ങനെയാണ് പോയത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഒരു സമയത്താണ് ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത് ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുത്താലോ, ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്ന് വന്ന ആളല്ലേ, നല്ലതായോ ചേച്ചിയായോ ഒന്ന് പറയുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ ചെന്ന് നമസ്കരിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് കടലാസ് കൊടുത്തപ്പോൾ തിരിച്ച് അത് വായിച്ചൊക്കെ ഇങ്ങനെ നോക്കി. ഇതൊക്കെ എന്തിനാ എനിക്ക് തരണേ, എനിക്ക് തന്നിട്ടൊരു കാര്യമില്ല. ആൾ പറയാനോട്. അപ്പോൾ എനിക്ക് സങ്കടമായി, നന്നായിട്ടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണൊന്ന്
ഇതൊക്കെ കൊടുക്കേണ്ട ആൾക്കാർ കൊടുക്കേണ്ടത് ഇതേ ഇരിക്കണു എന്ന് പറഞ്ഞിട്ട് മുന്നിലിരിക്കുന്ന ആളുടെ അതിൽ കൊടുത്തപ്പോഴാണ് ഞാൻ നോക്കണേ. മനസ്സിലായില്ലേ? അപ്പം എനിക്കത്ര മനസ്സിലായില്ല. ഞാൻ കണ്ടിട്ടൊന്നും ഇപ്പോൾ കേട്ടിട്ടുണ്ട് ധാരാളം. വലിയ ആരാധനയാണ്, പക്ഷേ ആളെ കണ്ടിട്ടില്ല. പണ്ട് കാലത്ത് കാണാനായിട്ട് ഈ TV അങ്ങനെയുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി. അറിയില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഭാര്യ സരസ്വതി എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി തന്നു. ഭഗവാനെ ഞാൻ വീണ് നമസ്കരിച്ച് എത്രയോ കാലമായിട്ടൊന്ന് കാണാൻ കൊതിച്ചിരിക്കുന്ന ആളാണ്. അപ്പം നമസ്കരിച്ചിട്ട് എനിക്ക് കയ്യും കാലും വരച്ചിട്ട് വയ്യ. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വേഗം അതിൽ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു സുദർശനാന്ന്. അതങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ട് ഗംഭീരമായിട്ടുണ്ടല്ലോ സുദർശനെ. ആ പേരൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്നും കാണണ ഒരാൾ അത്രയും ഒരു അടുപ്പത്തിലാണ്. ഇത് നമുക്ക് ഭക്തപ്രിയയിൽ പ്രസിദ്ധീകരിക്കാമെന്ന്. അപ്പോൾ അദ്ദേഹം ഭക്തപ്രിയയിൽ ഞാൻ ഞെട്ടിപ്പോയി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാനോട് ഒരാഗ്രഹം പറഞ്ഞു. ഭഗവാൻ മറക്കില്ല. നമ്മൾ പറഞ്ഞു ഒരാഗ്രഹവും മറക്കില്ല. അതിന് സമയമാവണം. അതിന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് 16 വയസ്സിൽ ആഗ്രഹിച്ചു, 45-ാമത്തെ വയസ്സിലാണ് കിട്ടിയപ്പോൾ ആലോചിച്ച് നോക്കപ്പോൾ നമുക്കതിന് സമയമാവണം. അതിന് ആ പരിപക്വമായാലേ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം അദ്ദേഹത്തിന് എനിക്കാണെങ്കിൽ ഇവരെ കണ്ടപ്പോൾ രാധയും കൃഷ്ണനും തന്നെയാണ്. ഞാൻ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയും ഭാര്യ എന്നല്ല തോന്നണേ. ഇത് രാധയും കൃഷ്ണനും തന്നെ. എന്നിട്ട് സപ്താഹം കേൾക്കാൻ ചെന്നിരുന്നപ്പോൾ എൻ്റെ തൊട്ട് പിന്നിൽ ഇവരിയ്ക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ എനിക്ക് രാധയും കൃഷ്ണനും തന്നെ. ആ അമ്മയാണെങ്കിൽ സുഖമായിട്ട് അതിൽ ലയിച്ച് ഭാഗവതം കേൾക്കുക. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരെയും കാണാനില്ല. ഞാൻ വിചാരിച്ചു ഇനി ജീവിതത്തിൽ ഞാൻ ഇവരെ കാണുമൊന്നുമില്ല, അത് രാധയും കൃഷ്ണനാന്നൊക്കെയാണ് വിചാരിച്ചത്. അങ്ങനെ ആ ഭക്തപ്രിയയിൽ അത് പ്രസിദ്ധീകരിച്ച് വന്നു എന്നുള്ളത് പറയാതെ ആ അമ്മയെ കണ്ട ആ സന്ദർഭത്തിൽ അതും കൂടി ഇവിടെ ഒന്ന് സ്മരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഓർമ്മിക്കാനൊരു ഭാഗ്യം ഉണ്ടായി. അപ്പം നമ്മൾ എന്തു തന്നെ ഭഗവാനോട് മനസ്സിൽ ആത്മാർത്ഥമായൊരിഷ്ടം കൊണ്ട് പറഞ്ഞാലും ഭഗവാനെ സ്വീകരിക്കും. ലൗകികമായിട്ട് പലതും ചോദിച്ചാൽ ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല. പക്ഷെ കണ്ണനെ എനിക്ക് വേണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞവർക്ക് തീർച്ചയായിട്ടും കണ്ണനെ കിട്ടും. ഉറപ്പായിട്ടും അനുഭവമാണ് പറയണത്. കണ്ണനെ കിട്ടും. കണ്ണൻ കൂടെ ഉണ്ടെന്ന് മനസ്സിലാവും. പല സന്ദർഭങ്ങളിലും നമ്മളെ ചേർത്ത് പിടിക്കണം നമുക്കറിയാം. പലപ്പോഴും ആ ഭഗവാന്റെ ആ സ്പർശം നമുക്ക്, ആ സച്ചിദാനന്ദ സ്പർശം, ഒരിക്കൽ ശ്വാസം മുട്ടിയിട്ട് വളരെ എനിക്ക് ഹെവിയായിട്ട് ശ്വാസം മുട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ICUലൊക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണ അത്ര വെന്റിലേഷനിലും പോലും കിടക്കേണ്ടി വന്നിട്ടുണ്ട് ശ്വാസം മുട്ട് കൂടിയിട്ട്. വൃന്ദാവനത്തിലേക്ക് പോയി വന്നതിന് ശേഷം ആ ശ്വാസം മുട്ട് എനിക്ക് ഇല്ലാണ്ടായത്. അവിടെയാണെങ്കിൽ പോവരുതെന്ന് പറഞ്ഞു എന്നോട് രഘു ഡോക്ടർക്ക് പറഞ്ഞ് പോവരുത്, അവിടെ പൊടിയൊക്കെ കൂടുതലാണ്, അവിടെ പോകണ്ട, നമ്മൾക്ക് വയ്യാണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ പോയി വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ശക്തമായിട്ടുള്ള ശ്വാസം മുട്ട്, പിന്നെ ഒരിക്കലും ശ്വാസം മുട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു തവണ ഒറ്റയ്ക്ക് ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ദിക്കിലേക്ക് ഡൽഹിക്ക് അവിടേക്ക് ഇവിടെയൊക്കെ ജോലിയുടെ ആവശ്യത്തിന് പോകും. കുട്ടികളൊക്കെ പഠിക്കാനും പോയി. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ. അന്ന് എനിക്ക് ശ്വാസം മുട്ടിയിട്ട് തീരെ വയ്യ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റണേ. രാത്രി ഉറക്കവും വരുന്നില്ല. അപ്പോൾ അത് ആരും ഇല്ലാണ്ടായില്ലോ ഗുരുവായൂരപ്പാന്ന് ഉറക്കെ നല്ല ശബ്ദത്തിലുള്ള ശ്വാസം മുഴുവനും അങ്ങോട്ട് എടുത്തിട്ട് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞ് അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ തളർന്നു പോയി. ഇങ്ങനെ കിടന്നപ്പോൾ ശരിക്കും എനിക്കൊരനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ല തണുപ്പത്ത് ഒരു കരിമ്പടട്ടിട്ട് ഇങ്ങനെ പിടിച്ചു കൂട്ടില്ലേ നമ്മളെ. അപ്പോൾ ഒരു സുഖമല്ലേ, അങ്ങനെ പിടിച്ചു കൂട്ടണ പോലെ ഒരു അനുഭവം മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ ഞാൻ ഉറങ്ങിയിട്ട് വെളിച്ചാകുമ്പോൾ 4 മണിക്കാണ് എണീറ്റത്. ഉണർന്നില്ല, ശ്വാസമുട്ടോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഉറങ്ങി. അതാ നെഞ്ഞിൻ്റെ ഉള്ളിലുള്ള പിടച്ചലോട് കൂടിയിട്ട് പറയുമ്പോൾ ഭഗവാൻ പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല. ഭഗവാൻ അത് കേൾക്കും. പലപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ആ ഉറപ്പില്ല, ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പില്ല നമുക്ക്. അതാണ് നമുക്കത് അനുഭവമാവാത്തത്. മറ്റു പലതും അതിൻ്റെ ഇടയിലാണ്. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ഇടയിൽ ഒന്നുമില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അനുഭവമാവാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഉള്ളിൽ നിന്നിങ്ങനെ വരണില്ല. അതുകൊണ്ടാണ്. അത് നല്ല അനുഭവങ്ങൾ, ധാരാളം അനുഭവങ്ങൾ അങ്ങനെ ഗുരുവായൂരപ്പൻ തന്നാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഈ നാമജപം കൊണ്ട് തന്നെയാണ് അതിൻ്റെയൊക്കെ മഹത്വം. എല്ലാവർക്കും സാധിക്കട്ടെ, നാമം ജപിക്കാൻ സാധിക്കട്ടെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇത്തിരി സമയം വൈകിച്ചാലും സത്സംഗത്തിന് കിട്ടിയ സമയം എന്ന് വെച്ചാൽ അതിൻ്റെ ആ സമയമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നഷ്ടപ്പെടാത്ത സമയങ്ങളെന്നും ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ സമയം പോയി എന്ന് പറയുന്നില്ല, സമയം പോവുക തന്നെയാണ്. പക്ഷെ പോവാത്ത സമയം
ഏതേത് ജന്മങ്ങൾ നമ്മൾ എടുക്കണ്ടല്ലോ ആ ജന്മത്തിലേക്കൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള സമയം ഇതേ ഉള്ളൂ. ഇത് ഒരിക്കലും നശിക്കില്ല, ഒരു നിലയ്ക്കും നശിക്കില്ല. ഭഗവാൻ നശിച്ചാലേ നശിക്കുള്ളൂ. ഭഗവാന് നാശമില്ല. ഇപ്പോൾ മഹാപ്രഭുവിന് നാശമുണ്ടോ? ഇല്ല. സത്യമാണ്, നിത്യസത്യം. ആ മഹാപ്രഭുവിൻ്റെ പോലെ നിത്യസത്യമാണ് സത്സംഗത്തിന് കിട്ടുന്ന ആ സമയം, നാമജപത്തിൻ്റെ പുണ്യം. അത് ഒരിക്കലും ഇല്ലാണ്ടാവില്ല. അത് നമുക്ക് ജന്മജന്മാന്തരങ്ങളിലൂടെ ചിലപ്പോൾ ഈ ജന്മം കൊണ്ടല്ലെങ്കിൽ ഈ ജന്മം ഇത്രയും ചെയ്തു വെച്ചിട്ട് കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തു വെച്ചതിൻ്റെ ബാക്കിയാണ് ഈ ജന്മം നമുക്കിത് കേൾക്കാൻ സാധിക്കാനും പറയാൻ സാധിക്കാനും. അപ്പോൾ ഈ ജന്മം കഴിയാവുന്നിടത്തോളം സമയം ഒട്ടും നഷ്ടപ്പെടാണ്ട് കൂടുതൽ ഈശ്വരനിലേക്ക് അടുക്കുക. അപ്പോൾ നമുക്ക് ജനന മരണങ്ങളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ആ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ദൈർഘ്യം കുറഞ്ഞു വരും. നമുക്കും ഭഗവാനും തമ്മിലുള്ള ദൈർഘ്യം അല്ലേ. വേഗം നടന്നാൽ വേഗം എത്താം. പതുക്കെ നടക്കുകയാണെങ്കിലോ ഇവിടെ നിന്നല്ല അയക്ക് വേണം. തിരുവഴി നടന്നു, കാല് കഴിച്ചിട്ടോ എന്തോ എത്ര വഴി കഴിഞ്ഞപ്പോഴാണ് അപ്പോഴേക്ക് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നു. അങ്ങനെ നടന്നു. കാര്യം 15-20 മിനിറ്റോട്ട് സ്പീഡിൽ നടന്നാൽ 15 മിനിറ്റ് മതി നല്ലോണം നടക്കണവർക്ക് എത്താൻ. അത് വേണമെങ്കിൽ 15 മണിക്കൂർ കൊണ്ടും നടന്നെത്താം നമുക്കല്ലേ. നമ്മളൊക്കെ അങ്ങനെയാണ് നടക്കണേ നമ്മുടെ ജീവിതത്തിൽ. അപ്പം അതല്ല ഈ ഒരു കാര്യം. ഇനിയുള്ള നിമിഷങ്ങളൊന്നും എത്ര നേരമിരിക്കും ഇനിയെന്നു സത്യമോ നമുക്കേതും ഒന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകും അതെന്നേ പറയാവൂ. എപ്പോൾ പോകുന്നൊന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് നാളെ ആവാം, മറ്റന്നാളാവാം, അടുത്ത ദിവസം തൊട്ട് തുടങ്ങാമെന്ന് വിചാരിക്കണ്ട. ഈ നിമിഷം തന്നെ തൊട്ട് തുടങ്ങാം. നാളേക്ക് നമ്മളുണ്ടാവും, അടുത്ത നിമിഷത്തേക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഓരോ നിമിഷവുമാണ് സത്യം. സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ആ രാധാറാണിയുടെ പാദത്തിലെ പരമപ്രേമത്തിന് വേണ്ടി നമസ്കരിച്ചുകൊണ്ട് ഈ സത്സംഗം മുരളി ദേവരുടെ പാദങ്ങളിലെ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ. കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മീ സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസ കനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോരഥരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലി തേവരേ ശരണം. ശ്രീഹരയേ നമഃ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. जय जय श्री राधेश.